ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാനായിട്ട് നോക്കുകയാണോ? ചെയ്യല്ലേ. നിങ്ങൾക്ക് നല്ലപോലെ ഉപകാരപ്പെടും. ഫേസിനകത്തുണ്ടാകുന്ന ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഫേസിൻ്റെ പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളും എല്ലാം മാറ്റി സ്കിൻ നല്ലപോലെ, അതായത് നമ്മുടെ കൊറിയക്കാരെ പോലുള്ള ചർമ്മമാക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാൻ മറക്കല്ലേ. എന്തായാലും നമുക്ക് സമയം കളയേണ്ട, നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അടുക്കളയിലൊക്കെയുള്ള നമ്മുടെ കിഴങ്ങുണ്ടല്ലോ, അതായത് പൊട്ടറ്റോ, അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസാണ് വേണ്ടത്. പൊട്ടറ്റോയുടെ ജ്യൂസിനകത്ത് അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും സഹായിക്കുന്നതാണ്. 2 ടേബിൾ സ്പൂണാണ് പൊട്ടറ്റോയുടെ ജ്യൂസ് നമുക്ക് വേണ്ടത്. പൊട്ടറ്റോ ജ്യൂസ് കുറച്ച് നേരം വെക്കുമ്പോൾ ഈ ഒരു കളർ ആയതാണ്, അല്ലാതെ വെളുത്ത കളറിലാണ് പൊട്ടറ്റോ ജ്യൂസ് ഇരിക്കുന്നത്. അങ്ങനെ പൊട്ടറ്റോ ജ്യൂസ് ചേർത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനകത്തേക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനുമൊക്കെ പൊട്ടറ്റോ ജ്യൂസിൽ നിന്ന് സഹായിക്കുന്നതാണ്. ആൻറ്റി ഓക്സൈഡിൻ്റെ കലവറ തന്നെ നമ്മുടെ പൊട്ടറ്റോ ജ്യൂസിലുണ്ട്. പിന്നെ കൂടാതെ തന്നെ പല ബെനിഫിറ്റും നമ്മുടെ പൊട്ടറ്റോ ജ്യൂസിലുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പൊട്ടറ്റോ ജ്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത്, കൊറിയക്കാർ അവരുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ അവർ ഏറ്റവും കൂടുതൽ നാച്ചുറലായിട്ടുള്ള പാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അവർ ചേർക്കുന്ന ഒന്നാണ് റൈസ് പൗഡർ എന്ന് പറയുന്നത്. റൈസ് പൗഡർ നമുക്ക് വേണം. അത് 1.5 ടേബിൾ സ്പൂണാണ് റൈസ് പൗഡർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. റൈസ് പൗഡർ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് റൈസ് പൗഡറിൽ നിന്നും. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് പറയുന്നത് പച്ച പാല് വേണം, അതായത് റോ മിൽക്കാണ് നമുക്ക് വേണ്ടത്. റോ മിൽക്കും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കാം. അത് ആവശ്യത്തിന്, അതായത് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോ മിൽക്കാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, അതല്ലെങ്കിൽ സാധാരണ കോഫി പൗഡറാണ് ചേർക്കുന്നത്. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനകത്തുണ്ടാകുന്ന കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ടാൻ റിമൂവ് ആക്കാനും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുമൊക്കെ നമ്മുടെ കോഫി പൗഡറിൽ നിന്ന് സാധിക്കുന്നതാണ്. ബ്ലീച്ച് എഫക്റ്റ് ഉള്ള ഒന്നാണ് കോഫി പൗഡർ എന്ന് പറയുന്നത്. അങ്ങനെ കോഫി പൗഡറും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. എന്തായാലും ഞാനിതൊന്ന് മിക്സ് ആക്കട്ടെ. അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതേ രീതിയിലായിട്ട്, അധികം ടൈറ്റുമല്ല, എന്നാൽ നമ്മുടെ ഫേസിലിട്ടാൽ താഴേക്ക് പോകാത്ത ഒരു പരുവത്തിലായിട്ട് നമുക്ക് വേണം നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഫേസും ഫുൾ ബോഡിയിലും ഒക്കെ അപ്ലൈ ചെയ്യാം. നമുക്കിപ്പം പുറത്ത് പോയി വെയിൽ കൊണ്ടിട്ടുണ്ടാകുന്ന ആ ഒരു ടാനൊക്കെ മാറ്റാനും സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ കുറയ്ക്കാനും പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ പെട്ടെന്ന് ഇല്ലാതാക്കാൻ സാധിക്കും. എൻ്റെ കൈയുടെ ആ ഒരു ടാനൊക്കെ നിങ്ങൾ കണ്ടോ? ആ ഒരു കൈയിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തൊരു നോർമൽ രീതിയിൽ 1 മിനിറ്റെങ്കിലും നിങ്ങൾ മസാജ് ചെയ്യണം. അത് കോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയാണ് നമ്മൾ നോർമൽ രീതിയിലൊരു മസാജ് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ കൈകളിലിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ലപോലെ ഒരു മാറ്റം കാണാൻ വേണ്ടിയാണ് കൈകളിലിട്ട് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റോ അതല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം ഞാൻ തുടയ്ക്കുകയാണ്. തുടച്ചപ്പോൾ തന്നെയുള്ള സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തുമാത്രം ആ ഒരു മാറ്റം കണ്ടോ? നിങ്ങൾ ഈ ഒരു പാക്ക് ഉറപ്പായിട്ടും ഒന്ന് ചെയ്യണം. ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. മറ്റേ കൈയും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ കണ്ടോ? നല്ല പോലെ മാറ്റം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെയും വല്ലപ്പോഴെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയാനും മറക്കല്ലേ. മാക്സിമം ഷെയർ